ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Oppo Enco W31 എന്നുള്ള ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ഐ ആം ദിലീപ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ Oppo Enco W31 എന്നുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഒരു പാക്കിംഗ്. ഇതിൻ്റെ മുൻവശം ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള രണ്ട് ഹെഡ്സെറ്റ് ഇരിക്കുന്ന ഒരു ചിത്രം മാത്രമേ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ആ പേരും Oppo Enco W31 ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ് എന്നുള്ള ഒരു ജസ്റ്റ് ആ രണ്ട് പേരുകൾ മാത്രമാണ് ഒരു കവറിൻ്റെ മുന്നിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ കാണുമ്പോൾ തന്നെ ആ രണ്ട് ഹെഡ്സെറ്റാണ് നമുക്ക് എടുത്ത് കാണുന്നത്. അത്രയും ഭംഗിയുണ്ട്. ആ കവർ പാക്കിങ് തന്നെ അത്ര ഭംഗിയുണ്ട്. ഇതിൻ്റെ കവർ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നല്ല വൃത്തിയായിട്ടുള്ളൊരു പാക്കിംഗ് ആണ് കാണുന്നത്. ജസ്റ്റ് ആ രണ്ട് ഹെഡ്സെറ്റിൻ്റെ ആ ഒരു ചിത്രം മാത്രമേ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കൂടാതെ Oppo എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് Oppo എന്ന് ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. താഴെ Oppo Enco W31 എന്നുള്ള പേരുണ്ട്. പിന്നെ വേറെ കൂടുതലൊന്നുമില്ല. പിന്നെ സൈഡ് വശത്ത് Oppoൻ്റെ ഒരു ബ്രാൻഡിങ് കാണാം. സൈഡിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. Oppo Enco W31 എന്നുള്ള ഹെഡ്സെറ്റിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. അതുകൂടാതെ ബാക്കി അതിൻ്റെ കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട്. അതിന് തന്നെ ബ്ലൂടൂത്ത് ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ബേസ് മോഡ് പറയുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഡ്യുവൽ മൈക്രോഫോൺ നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വിയറിംഗ് ഡിറ്റക്ഷൻ ഉണ്ട്. അതുകൂടാതെ ടച്ച് കൺട്രോൾ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല IP54 വാട്ടർ റെസിസ്റ്റൻസും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ബാക്കിലെടുത്ത് പറയുന്നത്. 6 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ മോഡൽ ഏതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. മോഡൽ 11 എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 7mm ഡ്രൈവറാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൽ പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എത്ര അവേഴ്സ് നമുക്ക് സിംഗിൾ ചാർജിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. 3.5 അവേഴ്സാണ് സിംഗിൾ ചാർജിൽ പറയുന്നത്. പിന്നെ 15 അവേഴ്സ് വിത്ത് ചാർജിങ് കേസും പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നത് 5,999, അതായത് 5,999 രൂപയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന MRP. പക്ഷേ നമുക്കത് ഓഫറിന് അറൗണ്ട് 3,500 എന്ന റേഞ്ചിൽ കിട്ടും. പിന്നെ ഇതിൽ പറയുന്നത് ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് ബ്ലൂടൂത്ത് വേർഷൻ ഏതാണെന്ന് പറയുന്നത് 5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന വയർലെസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 10 മീറ്ററോളം വയർലെസ് റേഞ്ച് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്കിൽ മെയിനായിട്ട് പറയുന്നത്. കൂടുതലൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്കിനി നേരെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് പറയുന്നുണ്ട്. മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ കൂടാതെ മെയ് 2020 ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കവറിൻ്റെ പുറത്തുള്ളത്. നല്ല വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു കവറാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇനി ഇതിൻ്റെ ഒന്ന് ഉള്ളിൽ എന്താണ്, എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിൻ്റെ കവർ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ഫ്രണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരത്തെ പറഞ്ഞ ഒരുപാട് തവണ പറഞ്ഞതാണ് കാര്യം. വളരെ ഭംഗിയായിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് തുറന്ന് നോക്കാം ഇതിനുള്ളിൽ എങ്ങനെയാണ് സാധനം ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല വെൽ പാക്ഡാണ്. തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്.
അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരണില്ല. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് സാധനം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മുടെ ഹെഡ്സെറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ കേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ബ്ലാക്ക് കളറിൽ ഒപ്പോ എന്നുള്ളൊരു ലോഗോ അതിൻ്റെ മേലെ കാണാം. ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ താഴെ. എനിക്ക് തോന്നുന്നു അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. ഒരു ഷെല്ലിരിക്കുന്ന പോലെ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്ലാക്ക് കളർ, നല്ല മാറ്റ് ഫിനിഷാണെന്ന് തോന്നുന്നത്. അതെ, മാറ്റ് ഫിനിഷാണ്. നമുക്കത് നോക്കാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് ഇത് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി കവറിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. കവർ ഫസ്റ്റ് മേലത്തെ ആ കേസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്നത് ഒരു ഒപ്പോ എൻകോ W31 എഴുതിയൊരു ബുക്ക്ലെറ്റാണ്. എൻ്റെ വാറണ്ടി കാർഡ് അല്ലെങ്കിൽ അതതിൻ്റെ സ്റ്റാർട്ട് ഗൈഡാണ്. എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണെന്നുള്ളത്. സാധാരണ കാണുന്ന പോലെ തന്നെ പേപ്പർ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒപ്പോ എൻകോ W31 യൂസർ ഗൈഡ് എന്ന് പറയുന്നുണ്ട്. അതിലെങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്, എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ്, ബ്ലൂടൂത്ത് പെയറിങ്, ഓട്ടോമാറ്റിക് കണക്ഷൻ, എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അത് മാറ്റി വെക്കാം. പിന്നെ ഇതിലെന്താണുള്ളത്, വാറണ്ടി കാർഡും ഇതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ബാക്കി ഇനി വേറെ എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പേപ്പർ കാര്യങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. വാറണ്ടി കാർഡും പിന്നെ യൂസേഴ്സ് ഗൈഡും മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റി വെക്കാം. തൽക്കാലം ഇതിൽ വേറെ എന്താണുള്ളതെന്ന് നോക്കാം. നമുക്ക് കാണാൻ ഹെഡ്സെറ്റിൻ്റെ ഒരു സിമ്പൽ കാണുന്നുണ്ട്. ഇതിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ഇയർബഡ് ടിപ്സ് വരുന്നത്. അവിടെ ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ചാർജിങ് USB കേബിൾ ഉണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. USB Type-C ആണെന്ന് തോന്നുന്നു. നമുക്കെടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം ഏതാ ചാർജിങ് കേബിൾ വരുന്നതെന്നുള്ളത്. USB Type-C തന്നെയാണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. USB Type-C ആണ് വരുന്നത് ഇതിൻ്റെ കൂടെ. അതാണ് ഒരു ഐറ്റം അതിൻ്റെ കവറിനകത്തുള്ളത്. അടുത്ത ഐറ്റം എന്താണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ സൈഡിൽ ബാക്കി കാണുന്നത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റേ ഇയർ ടിപ്സ് നോക്കാം. അത് നമ്മൾ നോക്കിയിട്ട് അത് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സാധാരണ കാണുന്ന പോലെ തന്നെ എല്ലാ ഹെഡ്സെറ്റിൻ്റെ കൂടെയും വരുന്ന പോലെ തന്നെ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഇയർ ടിപ്സും കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അതൊന്ന് പൊട്ടിച്ച് നോക്കാം. വേറെ കവറിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അല്ലെങ്കിൽ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ ഐറ്റംസ്. അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. രണ്ട് പെയർ ഓഫ് ഇയർ ടിപ്സാണ് വരുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി നമ്മുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അധികം വെയിറ്റ് ഒന്നുമില്ല. നോർമൽ വെയിറ്റ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്ര വെയിറ്റ് തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു മാറ്റ് ഫിനിഷാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒപ്പോ എന്നുള്ള ബ്രാൻഡിങ് നല്ല വൃത്തിയായിട്ട് കാണാം, തെളിഞ്ഞ് കാണാം. അതിൻ്റെ സൈഡിൽ നമുക്കിത് ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ളൊരു ഒരു സ്ഥലമാണുള്ളത്. നമുക്ക് സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ച് കളയാം. അതിലിവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഈ സൈഡിൽ അതിൻ്റെ പുറകുവശത്തായിട്ട് നമുക്കവിടെ ചാർജിങ് പോർട്ട് കാണാം. നേരത്തെ നമ്മൾ കണ്ട് USB കേബിൾ നമ്മുടെ ഇതിൻ്റെ കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് തീരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, അധികം വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് ഏതായാലും ഇതൊന്ന്
തുറന്ന് നോക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിത് എങ്ങനെയാണ് തുറക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അധികം വെയിറ്റ് ഒന്നുമില്ല. തുറക്കാനൊരു ഇത്തിരി ഒരു ടൈറ്റാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആദ്യമായിട്ട് ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. ആഹാ, നമ്മുടെ ഹെഡ്സെറ്റ് 2 നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ LED സിഗ്നൽ അവിടെ കാണിക്കുന്നുണ്ട് പെയറിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പെയർ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണിച്ച് പിന്നീട് ചെയ്യാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇതാണ് നമ്മുടെ ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ്, Oppo Enco W31 ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ്. ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. നമുക്ക് സ്റ്റിക്കർ ഒന്ന് പറിച്ച് കളയാം. നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ കാണുമ്പോൾ. എത്രത്തോളം കൈയുടെ വലിപ്പവും ഹെഡ്സെറ്റിൻ്റെ വലിപ്പവും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഗ്ലോസി ഫിനിഷാണ്. നമ്മുടെ കേസ് ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നു, പക്ഷേ ഇതൊരു ഗ്ലോസി ഫിനിഷാണ്. അവിടെയാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഒരു മൈക്രോഫോൺ താഴത്താണ് വരുന്നത്, ഒരെണ്ണം അവിടെ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കവറിൻ്റെ പുറത്ത് കണ്ടു ഡ്യുവൽ മൈക്രോഫോണാണെന്ന് കണ്ടു. അടുത്ത ഹെഡ്സെറ്റും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അതിൻ്റെ സ്റ്റിക്കറും കൂടെ നമുക്ക് കളയാം. അവിടെ താഴത്തായിട്ട് നിങ്ങൾക്ക് ആ സെൻസർ കാണാൻ കഴിയുന്നതാണ്. അത് നേരത്തെ നമ്മൾ ഇത് പറഞ്ഞല്ലോ, അതായത് ഹിയറിംഗ് ഡിറ്റക്ഷൻ. അത് ഒരു സെൻസറാണ്. നമ്മളത് ഊരിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്ലേ ചെയ്യുന്ന എന്താണോ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് നേരത്തെ കണ്ട സെൻസർ. നമുക്ക് ആ ഉള്ളിൽ കാണാൻ കഴിയുന്നുണ്ട്. നല്ല വൃത്തിയുള്ളൊരു ഹെഡ്സെറ്റ്. അതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ചെവിയുടെ ഉള്ളിൽ നന്നായിട്ടത് ഒതുങ്ങിയിരിക്കുന്ന പോലെയാണ് ഹെഡ്സെറ്റ്. ഇതാണ് അതിൻ്റെ കവറ് നമുക്ക് കാണാം. ജസ്റ്റ് നമ്മൾ സാധാരണ ഒരു വയർലെസ് ഹെഡ്സെറ്റിൻ്റെ കേസ് തുറക്കുന്ന അത്ര ഒരു സിമ്പിളല്ല. കാരണം നമ്മൾ 2 കൈ ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഒറ്റ കൈ കൊണ്ട് തുറക്കലത് ബുദ്ധിമുട്ടാവും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിത് നേരെ തിരിച്ച് അതിലേക്ക് വെക്കാം. മാഗ്നറ്റ് ഉണ്ട് കേട്ടോ, നല്ല മാഗ്നറ്റിക് പവറുണ്ട്. ഇത് വെച്ചാൽ താഴെ പോകുന്നില്ല. നന്നായിട്ടത് അടുത്തെത്തുമ്പോൾ തന്നെ നേരെ നല്ല പവർഫുൾ മാഗ്നറ്റാണ്, നേരെ സ്റ്റിക്കായിരിക്കുന്നുണ്ട്. തുറക്കാൻ നമുക്ക് ഒറ്റ കൈ കൊണ്ടൊന്ന് തുറന്ന് നോക്കാം. ഒറ്റ കൈ കൊണ്ട് തുറക്കൽ ബുദ്ധിമുട്ടാണ്. 2 കൈ തന്നെ വേണ്ടി വരും. മറ്റേ ഹെഡ്സെറ്റുകളാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതാകുമ്പോൾ 2 കൈ വേണം. എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഷെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന പോലെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഹെഡ്സെറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിങ്. വളരെ ചെറിയൊരു അൺബോക്സിങ് ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ അൺബോക്സിങ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.